പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോ നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? നോക്കൂ, നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷൻ, ആൻസർ എനി 3 questions from 1 to 4. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. അതായത് ഫസ്റ്റ് പെയറിലെ റിലേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് പെയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പെയറിൽ എന്താ കിടക്കുന്നത്? ഫോഴ്സിന്റെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. എന്തെന്ന്? ന്യൂട്ടൺ അല്ലേ? അപ്പൊ സെക്കൻഡ് പെയറിൽ നമ്മൾ എന്തായിരിക്കും എഴുതണ്ടേ? മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് എഴുതണ്ടേ. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? ഒന്ന് പറഞ്ഞേ മക്കളെ, എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ഇമ്പൾസ് ഓഫ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചേക്കണേ. ഇമ്പൾസ് ഓഫ് ഫോഴ്സിന്റെ കാരണം നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന്റെ നമ്മൾ പഠിച്ചു എന്താണ്? ന്യൂട്ടൺ ആണ്. ടൈമിന്റെ എന്താണ്? എസ് ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റും എന്തായിരിക്കും? NS അല്ലേ? ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ബോയന്റ് ഫോഴ്സ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ബോയന്റ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കണം. ഡസ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യുന്നത് ഏതാണെന്നല്ല ചോദിച്ചാൽ, ചെയ്യാത്തത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഏത് എഴുതണ്ടേ നോക്കിയേ. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്, വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്, വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഏതായിരിക്കും അതിനകത്ത്? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ബോയന്റ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കൂ, ഹൈഡ്രോമീറ്റർ റീഡിംഗ് ഓൺ ഹണി ഈസ്. ഹണിയുടെ ഹൈഡ്രോമീറ്റർ റീഡിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് പോയാലോ നമുക്ക്? ആൻസർ എനി 5 questions from 5 to 12. 5 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഗിവൺ ഡേറ്റ. താഴെ എന്താണ്? കുറച്ച് ഡേറ്റാസ് നൽകിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ താഴെയുള്ള ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയേ, എന്താണ് ബോക്സിൽ തന്നിരിക്കുന്നത്? ഒന്ന് സ്മോൾ ജിയും ഒന്ന് ക്യാപിറ്റൽ ജി ആണ്. സ്മോൾ ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ? ക്യാപിറ്റൽ ജി എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇനി ഓരോ പോയിന്റും എടുത്തു നോക്കൂ. എ കോൺസ്റ്റന്റ് നമ്പർ ഏതാണ്? ജി ആണ് അല്ലേ? ക്യാപിറ്റൽ ജി ആണ് അല്ലേ? എ കോൺസ്റ്റന്റ് നമ്പർ. അപ്പൊ ഇത് ഏതാണ്? ക്യാപിറ്റൽ ജി. ഈ ടേബിളിലാണ് നമ്മൾ എഴുതേണ്ടത്. എ കോൺസ്റ്റന്റ് നമ്പർ അല്ലേ? രണ്ടാമത്തത് ബി നോക്കിയേ. മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് അല്ലാത്ത ഏതാണ്? സ്മോൾ ജി അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏതിന്റെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആണ് അല്ലേ? അപ്പൊ ഇതിലാണ് എന്ത് ചെയ്യുന്നത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതേണ്ടത്. അടുത്ത എന്താണ്? യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ. അത് ഏതിലായിരിക്കും? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിലായിരിക്കും എഴുതേണ്ടത് അല്ലേ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ kg സ്ക്വയർ. ക്ലിയർ ആയോ? ഇങ്ങനെ നിങ്ങൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എ മാൻ ജംപ്സ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ഒരാൾ എന്ത് ചെയ്യുന്നു? ബോട്ടിൽ നിന്ന് തീരത്തേക്ക് ചാടുന്നു അല്ലെ? ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ഇനി താഴെ തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്ത. ഐഡന്റിഫൈ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ദ എബോ സിറ്റുവേഷൻ. മുകളിൽ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആക്ഷനും റിയാക്ഷനും കണ്ടുപിടിക്കുക. നോക്കിയേ, ആക്ഷൻ എന്തായിരിക്കും? അയാൾ എന്താ ആക്ഷനാ ചെയ്യുന്നത് അല്ലെ? ബോട്ടിൽ നിന്ന് അയാൾ എന്ത് ചെയ്യാണ്? തീരത്തേക്ക് ചാടുകയാണ്. അപ്പൊ ഇവിടുത്തെ ആക്ഷൻ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ആക്ഷൻ എന്താണ് നടക്കുന്നുണ്ടാവുക? ബോട്ട് എന്ത് ചെയ്യും? ദ ബോട്ട് ആക്ഷൻ എന്താണ്? ദ ബോട്ട് മൂവ് ബാക്ക്വേർഡ് അല്ലേ? ആക്ഷൻ നടക്കുന്ന ബോട്ട് എന്ത് ചെയ്യും? ബാക്കിലേക്ക് മൂവ് ചെയ്യും. റിയാക്ഷൻ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ആള് തീരത്തേക്ക് ചാടുകയാണല്ലോ. അപ്പൊ എന്താണ്? ദ മാൻ മൂവ്സ് ഫോർവേഡ് അല്ലേ? ബോട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ
ആളെന്ത് ചെയ്തു? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു അല്ലേ? ആക്ഷൻ എന്താണ്? ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. ആക്ഷൻ എന്താണ്? ബോട്ട് എന്ത് ചെയ്തു? ബാക്ക്വേർഡ് ആയിട്ട് മൂവ് ചെയ്തു. റിയാക്ഷൻ എന്താണ്? ദ മാൻ മൂവ്സ് ഫോർവേഡ്. ആളെന്ത് ചെയ്തു? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ്? എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഇക്വലന്റ് റിയാക്ഷൻ അല്ലേ? നോക്കൂ, നെയിം ദ ലോ റിലേറ്റഡ് ടു ദ ഗിവൻ സിറ്റുവേഷൻ. ഇപ്പൊ പറഞ്ഞ ലോ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് എന്താണ്? മോഷൻ. തേർഡ് ലോ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടാണ്. റൈറ്റ് അനദർ എക്സാമ്പിൾ റിലേറ്റഡ് ടു ദിസ് ലോ. ഈ ലോയുമായി ബന്ധപ്പെട്ട വേറൊരു എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട് അല്ലെ? നമ്മള് ബോള് കൊണ്ട് ബാറ്റ് അടിക്കുന്നത് അല്ലെ? എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും എഴുതാം അല്ലെ? ആക്ഷനും റിയാക്ഷനും വരുന്നത് ഒന്ന് പറഞ്ഞേ. ഏതെങ്കിലും എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിപ്പോ ഇവിടെ എഴുതുന്നു ഹിറ്റിംഗ് ദ ബോൾ വിത്ത് ദ ബാറ്റ്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് 10 kg? കമ്പയർ മാസ് ആൻഡ് വെയിറ്റ്. അതായത് 10 kg മാസ് ഉള്ള ഒരു വസ്തുവിന്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. കമ്പയർ മാസ് ആൻഡ് വെയിറ്റ്. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? mg/n അല്ലേ? m എന്താണ്? മാസിനകത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 10 അല്ലേ? ഇൻറ്റു ജി എന്താണ്? 9.8 കോൺസ്റ്റന്റ് വാല്യൂ ആണ്, നമ്മൾ പഠിച്ചേക്കണേ അല്ലേ? ഇൻറ്റു n. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആൻസർ, വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി മാസും വെയിറ്റും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിരിക്കുകയാണ്. പറയൂ, മാസ് എന്താണ്? മാസ് ഒരു എന്താണ്? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പിന്നെന്താണ്? മാസ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലേ? അതിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ എന്തിലാ മെഷർ ചെയ്യുക? സ്പ്രിംഗ് ബാലൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വെയിറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ മാസും വെയിറ്റും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുക. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ നോക്കിയേ. Calculate the work done when a body of mass 8 kg is lifted to a height 5 meter. ഒരു 5 meter ഹൈറ്റ് ചെയ്യുന്ന ഒരു 8 kg മാസ് ഉള്ളതിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയാണ് എന്നാണ് ചോദിച്ചത്. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? mgh ആണ് അല്ലേ? മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 kg ആണ് അല്ലേ? 8 kg ആണ്. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഹൈറ്റ് എത്രയാണ്? 5 meter ആണ്. അപ്പൊ നമുക്ക് വേഗം എഴുതാലോ. m എത്രയാണ്? 8 ഇൻറ്റു ജി നമുക്ക് 9.8 ഇൻറ്റു എന്താണ്? ഹൈറ്റ് എത്രയാണ്? 5. മനസ്സിലായോ? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 392 ജൂൾ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കൂ, two bodies of mass 10 kg and 5 kg are dropping from height 100 meter at the same time. അതായത് ഒരേ ടൈമിൽ 100 മീറ്റർ ഹൈറ്റ് ചെയ്യുന്ന ഒരു 10 kg ഉള്ളതും 5 kg ഉള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. ഹൈറ്റ് സെയിം ആണ്, ടൈമും സെയിം ആണ്, മാസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിഫറൻസ് ഉള്ളൂ. വിച്ച് വൺ വിൽ റീച്ച് ദ ഗ്രൗണ്ട് അറ്റ് ഫസ്റ്റ്? ഏതായിരിക്കും ഗ്രൗണ്ടിൽ ഫസ്റ്റ് എത്തുക? വൈ? എന്തുകൊണ്ട്? ഏതായിരിക്കും ഫസ്റ്റ് എത്തുക? രണ്ടും ഒപ്പമാണ് എത്തുക അല്ലെ? ബോത്ത് ബോഡീസ് റീച്ച് എർത്ത് അറ്റ് സെയിം ടൈം. ബോത്ത് ബോഡീസ് രണ്ടും എന്താണ്? ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്? എർത്തിൽ റീച്ച് ആവുന്നത്. കാരണം എന്താ? ബിക്കോസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം ഓഫ് ബോത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടിന്റെയും എന്താണ്? സെയിം ആണ് അല്ലെ? ബിക്കോസ് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടിന്റെയും എന്താണ്? സെയിം. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? An object is immersed in different liquid A, B and C and the weight in each liquid is found to be 350 gram, 325 gram and 360 gram. അതായത് ഒരു 350 ഗ്രാമും 325 ഗ്രാമും 360 ഗ്രാമും ഉള്ള ഒരു വസ്തു എന്ത് ചെയ്തിരിക്കുന്നു? ഡിഫറെന്റ് ലിക്വിഡ്സിൽ എന്ത് ചെയ്തിരിക്കുന്നു?
ഇമേഴ്സ് മുക്കി വെച്ചിരിക്കുന്നു അല്ലെ. ഇനി താഴെയുള്ള സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ബോയൻ ഫോഴ്സ് ഗ്രേറ്റർ? ബോയൻ ഫോഴ്സ് കൂടുതൽ ഇതിനകത്ത് ഏതിനായിരിക്കും? എക്കായിരിക്കോ, ബിക്കായിരിക്കോ, സിക്കായിരിക്കോ? ഏതിനായിരിക്കും? ബിക്കായിരിക്കും അല്ലെ. ഓക്കെ. സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയേ, അറേഞ്ച് ദ ലിക്വിഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അസെൻഡിങ് ഓർഡറിൽ എങ്ങനെയായിരിക്കും? ഏറ്റവും നോക്കിയേ, ഡെൻസിറ്റി ഏതായിരിക്കും? സി ലെസ് ദാൻ എന്താണ്? എ ലെസ് ദാൻ ബി അല്ലേ? കണ്ടോ? ക്ലിയർ ആയോ? ഡെൻസിറ്റിയുടെ ബേസിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഇത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫോൾസ് എന്നുള്ളതാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്? ട്രൂ ആണ്. അപ്പൊ അതല്ല ഫോൾസ്. ബി നോക്കിയേ, എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ് അറ്റ് പോളാർ റീജിയൻ. ബോഡിയുടെ മാക്സിമം വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എവിടെയാണ്? പോളാർ റീജിയനിലാണ്. അപ്പൊ അതെന്താണ്? അതും ട്രൂ തന്നെയാണ് അല്ലെ. അപ്പൊ അതുമല്ല തെറ്റ്. പിന്നെന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദി ബോഡി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഉണ്ടോ? അല്ല. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ഫോൾസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് അല്ലെ, വെയിറ്റ് ഓഫ് എ ഫോളിംഗ് ബോഡി ഈസ് 0. അത് ട്രൂ ആണ് അല്ലെ. അപ്പൊ ഏതാണ് തെറ്റ്? സി ആണ് തെറ്റ്. ഇനി 12th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കൂ, എ ചൈൽഡ് സേസ് വെൻ എ ഷിപ്പ് എൻറ്റേഴ്സ് ഫ്രം റിവർ ടു സീ ഇറ്റ് റൈസ് അപ്വേർഡ്. ഡു യു അഗ്രി വിത്ത് ദിസ്? ജസ്റ്റിഫൈ. നിങ്ങൾ എന്താ പറയണേ? ഷിപ്പ് റിവറിൽ നിന്ന് സീയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഇറ്റ് റൈസ് അപ്വേർഡ്. അതെന്ത് ചെയ്യും? പൊങ്ങും അല്ലെ. അതെന്തുകൊണ്ടാണ്? ഡു യു അഗ്രി വിത്ത് ദിസ്? നിങ്ങൾ ഇതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞത്. അഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെ? അഗ്രി ചെയ്യുന്നുണ്ട് അല്ലെ. അഗ്രി. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ അഗ്രി ചെയ്യുന്നത്? സീ വാട്ടർ ഹാസ് മോർ ഡെൻസിറ്റി. സീ വാട്ടറിന് എന്താ ഉള്ളത്? മോർ ഡെൻസിറ്റി ആണുള്ളത്. സീ വാട്ടർ ഹാസ് മോർ ഡെൻസിറ്റി. സോ ബോയൻ ഫോഴ്സ് എന്തായിരിക്കും? മോർ ആയിരിക്കും അല്ലെ. ബോയൻസി എന്തായിരിക്കും? ബോയൻസി എന്തായിരിക്കും? മോർ ആയിരിക്കും അല്ലെ. സീ വാട്ടറിൽ മോർ ഡെൻസിറ്റി ആണുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ബോയൻസി എന്തായിരിക്കും? ഈസ് മോർ. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിനെ എഗ്രി ചെയ്യുന്നു. അപ്പൊ മക്കളെ, നമുക്ക് 3ാമത്തെ സെക്ഷനിലേക്ക് കിടന്നാലോ? നോക്കൂ, ഇതില് 13 മുതൽ 18 വരെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 13th ക്വസ്റ്റ്യൻ നോക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. നോക്കിയേ, താഴെ 2 ലിക്വിഡ്സ് തന്നിട്ടുണ്ട്, ലിക്വിഡ് എയും ബിയും. അതിന്റെ എയറിലുള്ള വെയിറ്റും ലിക്വിഡിലുള്ള വെയിറ്റും പിന്നെ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡിൽ അതിനുണ്ടായ ലോസ് ഓഫ് വെയിറ്റും ബോയൻ ഫോഴ്സും ആണ് തന്നിരിക്കുന്നത്. എയുടെയും ബിയുടെയും അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ലിക്വിഡ് എയുടെ എയറിലെ വെയിറ്റ് എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ലിക്വിഡിലുള്ള വെയിറ്റ് എത്രയാണ്? 160 ന്യൂട്ടൺ ആണ്. ബോയൻ ഫോഴ്സ് 40 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡ് എത്രയായിരിക്കും? 40 ന്യൂട്ടൺ തന്നെയായിരിക്കും. രണ്ടും എന്തായിരിക്കും? ബോയൻ ഫോഴ്സും ലോസ് ഓഫ് വെയിറ്റ് ഇൻ ലിക്വിഡും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് ബിയിൽ തന്നെ നോക്കിയേ, എയറിലെ വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. ലിക്വിഡിലുള്ള വെയിറ്റ് എത്രയാണ്? 170 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? 30 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ബോയൻ ഫോഴ്സ് എത്രയായിരിക്കും? 30 ന്യൂട്ടൺ. രണ്ടും സെയിം ആണല്ലോ അല്ലെ. ക്ലിയർ ആയോ? ഇനി വിച്ച് ലിക്വിഡ് ഹാസ് മോർ ഡെൻസിറ്റി? ഇതിൽ ഏതിനാണ് മോർ ഡെൻസിറ്റി ഉള്ളത്? നോക്കിയേ, ഏതിനാണ് മോർ ഡെൻസിറ്റി ഉള്ളത്? ലിക്വിഡ് എ. ലിക്വിഡ് എക്ക് ആയിരിക്കും എന്തുള്ളത്? മോർ ഡെൻസിറ്റി ഉള്ളത്. ഓക്കെ. ഇനി 14th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എ ബോക്സ് ഓഫ് മാസ് 20 kg ഈസ് മൂവ്ഡ് ത്രൂ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് 10 meter ടു എ ഹൈറ്റ് 5 meter. മാസ് എത്ര തന്നിരിക്കുന്നത്? 20 kg ആണ് തന്നിരിക്കുന്നത്. നിങ്ങളോട് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇതിന്റെ
വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. എന്താണ്? mgh ആണ്. മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാ തന്നിരിക്കുന്നത്? 20 kg ആണ് അല്ലേ? ഹൈറ്റ് എത്രയാ തന്നിരിക്കുന്നത്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണും നമ്മള്? 20 ഇൻറ്റു കോൺസ്റ്റന്റ് എത്രയാണ്? 9.8 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 5. അപ്പൊ മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 980 ജൂൾ. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫൈൻ ജൂൾ. ജൂളിനെ ഡിഫൈൻ ചെയ്യുക. എന്താണ് ജൂൾ എന്ന് പറഞ്ഞാൽ? If a force of 1 Newton is applied of an object and the object is displaced by 1 meter in the direction of the force, then the work done on the object by the force 1 joule. എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് 1 Newton is applied on a object. ഒരു ഇതിൽ ഒബ്ജക്റ്റിൽ എന്താണ്? 1 Newton ഫോഴ്സ് അപ്ലൈ ചെയ്താൽ and the object is displaced by 1 meter. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? 1 meter ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ? അപ്പൊ 1 Newton ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താണ്? എത്ര ഡിസ്പ്ലേസ് ചെയ്യും? 1 meter എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ. then the work done on the object by the force is എത്രയായിരിക്കും? 1 joule തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 15th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? നോക്കൂ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എഥനോൾ ഈസ് 789 kg per meter cube. കാൽക്കുലേറ്റ് ഇറ്റ്സ് റിലേറ്റീവ് ഡെൻസിറ്റി. ഇതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1000 kg per meter cube ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ മക്കളെ. എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്? എഥനോൾ ആണ് അല്ലേ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? എഥനോൾ ആണ്. അപ്പൊ എഥനോളിന്റെ ഡെൻസിറ്റി എത്രയാണ്? 789 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1000 അല്ലേ? അപ്പൊ എന്താണ്? 0.789 ആണ്. ക്ലിയർ ആയോ? 3 0. അപ്പൊ 3 പോയിന്റ് മാറ്റി എന്ത് ചെയ്താൽ മതി? 3 നമ്പർ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഇട്ടാൽ മതി. 3 0 അല്ലേ? ക്ലിയർ ആയോ? എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്നതെന്ന് മനസ്സിലായല്ലോ? റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 16th ക്വസ്റ്റ്യൻ നോക്കിയേ. കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദ ടേബിൾ. നോക്കൂ. ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെ? 3 ഇത് തന്നിട്ടുണ്ട്. യൂണിറ്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ഡെൻസിറ്റിയിലും റിലേറ്റീവ് ഡെൻസിറ്റിയിലും. ഇപ്പൊ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ത്? ഡെൻസിറ്റി വാട്ടറിലെ ഡെൻസിറ്റി വാട്ടറിലെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. എന്താ യൂണിറ്റ് ഡെൻസിറ്റിയുടെ? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ? റിലേറ്റീവ് ഡെൻസിറ്റിക്കോ യൂണിറ്റ് ഉണ്ടോ? നോ യൂണിറ്റ്. യൂണിറ്റ് ഇല്ല അല്ലേ? ഇനി ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. റിലേറ്റീവ് ഡെൻസിറ്റി നമ്മളിപ്പോ മോളിൽ പറഞ്ഞു. എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വാട്ടറിൽ എത്രയാണ് ഡെൻസിറ്റി? 1000 kg per meter cube. റിലേറ്റീവ് ഡെൻസിറ്റിയോ? റിലേറ്റീവ് ഡെൻസിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കിയേ. A stone tied with a rope is rotating as in a figure.
ഫിഗറിൽ കൊടുത്തിരിക്കുന്ന നോക്ക്, ഒരു റോപ്പില് ഒരു കല്ല് കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ടൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ ഈസ്, സ്റ്റോണിന്റെ വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? അല്ല, എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇനി വൈ ഡിഡ് ദ സ്റ്റോൺ ഡിഡിൻ ത്രോൺ ഔട്ട്, എന്തുകൊണ്ട് അത് തെറിച്ചു പോകുന്നില്ല? സ്റ്റോൺ എന്തുകൊണ്ട് തെറിച്ചു പോകുന്നില്ല? ഇറ്റ് ഗെറ്റ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫ്രം സെന്റർ. അതിന് എന്ത് കിട്ടുന്നുണ്ട്? സെന്ററിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണമാണ് അല്ലേ? ഫ്രം സെന്റർ. ഓക്കെ, സി നോക്കിയേ, എന്താണ് സി? ഇറ്റ് ഇഫ് ദ റോപ്പ് ഈസ് റിലീസ്ഡ് ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ സ്റ്റോൺ ത്രോൺ ഔട്ട്? എന്താണ്? ഇനി അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ സ്റ്റോൺ വിൽ ത്രോൺ ഔട്ട് ത്രൂ എന്താണ്? ടാൻജന്റ്, ത്രൂ ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ്, ത്രൂ ദ ടാൻജന്റ് അല്ലേ? ത്രൂ ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ്. ക്ലിയർ ആയോ? ഓക്കെ, 18th ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫോഴ്സ് ഈസ് applied on a body at rest. Observing the diagram, answer the following question. A force is applied on a body at rest. ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒബ്സർവിങ് ദ ഡയഗ്രാം, ആൻസർ ദ ഫോളോയിങ്. ഈ ഡയഗ്രാം ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇസ് അഗൈൻസ്റ്റ് ഡാഷ് ഫോഴ്സ്. ഇവിടെ ഏത് ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഏത് ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് അല്ലേ? ഡസ് ദ ബോഡി മൂവ്? വൈ? ബോഡി മൂവ് ചെയ്യോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മൂവ് ചെയ്യോ? ഫോഴ്സ് അപ്ലൈഡ് അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ നമുക്ക് എത്രയാണ്? 40 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ബോഡി മൂവ് ചെയ്യോ? ദ ബോഡി ഡസൻ മൂവ് ബിക്കോസ് വൈ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷന് mg(n) ആണ് അല്ലേ? 5 into, അതായത് മാസ് എത്രയാണ്? 5 kg ആണ്. g എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 49 ന്യൂട്ടൺ ആയിരിക്കും. അതായത് ദ ബോഡി ഡസൻ മൂവ്. കാരണം എന്താണ്? ബിക്കോസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ഗ്രാവിറ്റി. ഗ്രാവിറ്റിനേക്കാളും എന്താണ്? ലെസ് ദാൻ ആണ് എന്തെന്ന് പറയുന്നത്? അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ഗ്രാവിറ്റി. ക്ലിയർ ആയോ? അതുകൊണ്ട് ആ ബോഡി എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഗ്രാവിറ്റേഷനെ 40 ന്യൂട്ടൺ അഗൈൻസ്റ്റ് ആയിട്ടാണ് അല്ലേ? അപ്പൊ ദ ബോഡി ഡസൻ മൂവ് ബിക്കോസ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ഗ്രാവിറ്റി. ക്ലിയർ ആയോ?